നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ്. ആഴ്ചയിൽ 1-2 തവണ കുടിച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധാരണ അടുക്കളയിലൊക്കെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന സിമ്പിളായിട്ടുള്ള ഈ നാരങ്ങ വെള്ളം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ സ്പെഷ്യൽ നാരങ്ങ വെള്ളത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് ഒരു വലിയ നാരങ്ങയാണ്. നമ്മൾക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു വലിയ 3 പീസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1-2 പീസും കൂടെ എടുക്കുന്നതിൽ തിരക്കേടില്ല. ഇതൊരു ചെറിയ പീസ് ഇഞ്ചിയാണ്. കുറച്ച് ചെറുതാണ്, അധികം വലുതായിട്ടല്ല ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഒരു 3 തണ്ട് ഫ്രഷായ പുതിന ഇലയുടെ ഇലകളാണ്. ഫ്രഷായിട്ടുള്ള ഇലകളാണെങ്കിൽ കുറച്ചും കൂടെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നാരങ്ങ വെള്ളത്തിന്. ഇത് ഷുഗർ സിറപ്പാണ്. കാണുമ്പോൾ നമുക്ക് ഹണി പോലെ തോന്നും അല്ലേ? പക്ഷേ ഹണിയല്ല, ഇത് ഷുഗർ സിറപ്പാണ്. ഞാൻ തേൻമുട്ടായി ഡിഷ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാൻ അത്ര പാടൊന്നുമില്ല. എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തേൻമുട്ടായിയുടെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. നമ്മൾക്ക് എത്രയാണോ ഷുഗർ ആവശ്യം അത്രയും തന്നെ വെള്ളം ഒരു പാത്രത്തിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. എന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് രുചിയുള്ള ഷുഗർ സിറപ്പ് റെഡിയായി കിട്ടും. നാരങ്ങ വെള്ളത്തിലേക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാനിവിടെ ബദാമാണ് ഇന്ന് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണോ ഡ്രൈ നട്ട്സ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്താൽ മതിയാകും. ഈ നാരങ്ങ വെള്ളം പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു മിക്സിയുടെ ജാറോ ബ്ലെൻഡറിൻ്റെ ജാറോ എടുത്ത് വെക്കാം. നേരത്തെ എടുത്തു വെച്ചിരുന്ന നാരങ്ങയുടെ തൊലിയൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം വലിയ കുരുവൊക്കെ ഉണ്ടായിരുന്നത് ഞാനൊരു നൈഫ് വെച്ചിട്ടങ്ങ് എടുത്തു കളഞ്ഞു. ഒരുപാട് നമുക്കിത് അരയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ കുരു പറ്റുന്നത് എടുത്ത് കളഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ക്യാരറ്റിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. നമുക്ക് ഈ നാരങ്ങ മിക്സ് ഒന്ന് അരിച്ചെടുക്കണം. കാരണം ക്യാരറ്റിൻ്റെയും നാരങ്ങയുടെയും കുറച്ച് ഭാഗങ്ങൾ അരയാതെ കിടപ്പുണ്ടാവും. അതൊന്ന് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ചുകൂടി പണി നാരങ്ങ വെള്ളത്തിൽ ബാക്കിയുണ്ട്. ഈ നാരങ്ങ വെള്ളം വീണ്ടും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് അരിച്ചു വെച്ചിരുന്നത് ഒഴിക്കുന്നു. അതിനുശേഷം അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ബദാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു 10-12 ബദാമുണ്ട്. ഇത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്തിട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ പോയി കിട്ടും. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി നേരത്തെ എടുത്തു വെച്ചിരുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഞുറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്രഷായ നമ്മുടെ പുതിനയിലയുടെ ഇലയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് മധുരമാണ്. ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നീട് ഇത് അടിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കുറച്ചും കൂടെ മധുരം വേണമെന്ന് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യാം. അതിനൊരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ചെറുതേൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന സ്പെഷ്യൽ നാരങ്ങ വെള്ളം റെഡിയായി കഴിഞ്ഞു. ഞാനിപ്പം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന നാരങ്ങ വെള്ളം ഒന്ന് അരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ എപ്പോഴും ഒന്ന് അരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അവർക്ക് ഈ തരി കിടക്കുവാണെങ്കിൽ അവർ കുടിക്കില്ല. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒട്ടും അരിക്കാത്തതാണ്. കാരണം നല്ലതുപോലെ ബ്ലെൻഡായിട്ടുണ്ട്. അതിപ്പോൾ ചെറിയ തരികളൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ലെമണേഡ് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.